സസ്യങ്ങളുടെ ഭാഗങ്ങൾക്ക് വിഷം കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ അരളി വലിയൊരു വിഷയമായിരിക്കുകയാണല്ലോ. അതിൻ്റെ പൂ കഴിച്ച് മരിക്കുകയൊക്കെ ചെയ്തു. അരളിക്ക് മുമ്പേ വിഷമുണ്ട്, പക്ഷേ ഇപ്പോഴത് കൂടുതൽ അതിൻ്റെ ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും അതിൻ്റെ രൂക്ഷത വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ ഒരുപാട് ഉപയോഗിക്കുന്നത് തന്നെ ഇപ്പോൾ വിഷം, അതായത് മനുഷ്യൻ എന്ന രൂപത്തിലുള്ള വിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ആണോ സസ്യങ്ങൾക്ക് ഇങ്ങനെ വിഷം കൂടുതൽ ഉണ്ടാകുന്നത്? ഒരിക്കലുമല്ല. അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് ഈ വിഷാംശം എന്ന് പറയുന്നത്. അതായത് കീടാണുക്കൾ അതിനെ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ശരീരത്തിൽ ഈ വിഷാംശം വരുന്നത്. ആവാസ വ്യവസ്ഥയിൽ ഇപ്പോൾ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കീടാണുക്കൾ ശക്തി പ്രാപിച്ചു. അപ്പോൾ ആ കീടാണുക്കളെ ഇല്ലാതാക്കണമെങ്കിൽ ഈ സസ്യജാലങ്ങൾക്കും അതിൻ്റെ ശരീരത്തിൽ വിഷാംശം കൂടണം. അങ്ങനെ അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെയാണ് ഇന്ന് ഒരുവിധപ്പെട്ട പല സസ്യങ്ങൾക്കും മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ലാത്ത സസ്യങ്ങൾക്ക്, അത് വിഷാംശം മുമ്പ് ഇത്രയധികം കണ്ടിട്ടില്ലാത്ത സസ്യങ്ങൾക്ക് പോലും ഇന്ന് വിഷാംശം കൂടി വന്നിരിക്കുന്നതിനൊരു കാരണം ഈ ആവാസ വ്യവസ്ഥയിൽ വന്ന മാറ്റമാണ്. അത് കീടാണുക്കൾ ശക്തി പ്രാപിച്ചു.